ഇത് നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു നാരങ്ങ ഉള്ളത് തരുമോ? അതെയൊക്കെ ആ കട്ടായില്ല. പറടാ. കനക, ഞാൻ ഉമ്മച്ചിനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ വന്നാട്ടോ. എന്തിനാ? ആ ചെക്കപ്പിന് വന്നാടാ. ആ സ്ഥിരം ചെക്കപ്പാ. എങ്ങനെ ഉണ്ടെന്നിട്ട്? ഉമ്മച്ചി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴേ മാമൻ ഉണ്ടടാ ഇവിടെ. നിന്റെ ഏത് മാമൻ? എന്റെ മാമനല്ല, നിന്റെ അഴകേശൻ മാമൻ ഉണ്ട് ഇവിടെ. അഴകേശൻ മാമൻ? ആ, ഇന്നലെ തൊട്ട് പുള്ളി ഇവിടെ അഡ്മിറ്റ് ആണെന്ന്. അഡ്മിറ്റാ? ആ. ഓടാ അവിടെ. നിനക്ക് ഭ്രാന്തുണ്ടോ? എടാ, ഞാൻ പുള്ളിനെ കണ്ട് ചോദിച്ചില്ലേ? നീ കണ്ടോ? ആ, പുള്ളിന്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു, എന്താ മാമൻ ഒറ്റ ഇവിടെ നിൽക്കുന്നതെന്ന്. മാമൻ പറഞ്ഞ അവരാരും എത്തിയില്ല, നീ അവരാരെയും അറിയിക്കണ്ടെന്നോ. നമ്മളെങ്ങനെ അറിയാനടാ? നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, ഞങ്ങളെങ്ങനെ അറിയാനാ ഇപ്പത്? ഒരു കാര്യം ചെയ്യും, പുള്ളിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ സംഭവം എന്നറിയില്ല, ഇന്നലെ തൊട്ട് അഡ്മിറ്റ് ആണെന്ന്. ശരി ശരി ശരി, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പോവാം. ഇത് ഏത് ഹോസ്പിറ്റലാ? ദയ ഹോസ്പിറ്റല്. ദയ? ആ, ദയ ഹോസ്പിറ്റൽ അല്ലേ? ആ. പൈസ അളിയൻ തരും. എന്റെ പൊന്നഴകേശ, എന്തോന്നാടാ ഞാനീ കാണുന്നത്? നിങ്ങളൊക്കെ എന്തിനാ പേ റൂമിലേക്ക് കയറി കൊണ്ടുവന്ന്? മനുഷ്യർ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലേ? എല്ലാവരും പുറത്തേക്ക് വെക്കാൻ. ഇതാ അവന്റെ സ്വഭാവം. ആരെയും ഒന്നും അറിയിക്കാത്തത് കൊണ്ടാ ഒറ്റയ്ക്ക് ഇങ്ങനെ പോരുന്നത്. അമ്മാവ, ഞങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാലല്ലേ ഇവിടെ കൂട്ട് കിടക്കാൻ ആരെങ്കിലും ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കിടന്നാൽ എങ്ങനെയാ? അതിന് നിങ്ങളൊക്കെ എന്റെ ആരാ? ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കട്ടെ. ഒന്ന് ഇറങ്ങി തരും അവിടുന്ന്. ഒന്നെല്ലാരും വയ്ക്കാവുന്നു. വെറുതെ കയറി എടുത്ത് വന്നോളൂ. രോഗത്തിന്റെ ലക്ഷണമാണ് ഈ ദേഷ്യം കേട്ടോ. രോഗത്തിന്റെ ലക്ഷണമായിരിക്കും ദേഷ്യം. അമ്മയെ കണ്ടാ ചിലപ്പോ തിരിച്ചറിഞ്ഞാലാ? അമ്മയല്ലേ ഇപ്പൊ കണ്ടത്. ഇനി അമ്മ വിളിക്കുന്ന അമ്മ എവിടെയെങ്കിലും എന്തെങ്കിലും സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ പറ്റി എന്തെങ്കിലും സംഭവിച്ചോ? അതോ തലയിടിച്ച് അങ്ങനെ വീഴ അങ്ങനെ എന്തെങ്കിലും? പണ്ട് സ്കൂട്ടറിൽ നിന്ന് വീണിട്ടുണ്ടല്ലോ. ഇപ്പല്ല, പഴയ വീഴ്ച വല്ലതും പണ്ട് വല്ല വീടുണ്ടോ അമ്മ? അല്ല, പണ്ട് പറഞ്ഞമാവിന്ന് അവനൊന്ന് വീണിട്ടുണ്ട്, തലയിടിച്ച് സർവകല്ലിന്റെ മേളിൽ. അതെ. ഞാൻ സമാധാനത്തിന് ഞാനോട് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ ബഹളം വെക്കല്ലേ, ചിലപ്പോൾ എന്നെ ഓർമ്മയാണെന്ന് നോക്കട്ടെ. അമ്മാവന്റെ ക്ലീറ്റോ മോനാണ്. എഴുന്നേറ്റ് ഇറങ്ങി പോരാന്ന്. നിങ്ങളോട് കൂടി പിന്നെ കാറ്റും വിളിച്ചൊക്കെ കിട്ടണ്ടേ? പറയുന്നേ എങ്ങനെയുണ്ട് ഇപ്പേ? അടിവയറിന്റെ ഉള്ളിലേ ഒരു എരിച്ചല്, എന്നിട്ട് ഇങ്ങോട്ട് മേപ്പെട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് മേപ്പെട്ട് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ഈ നെഞ്ചിന്റെ ഇവിടെ സ്റ്റക്കായി നിൽക്കുക. അപ്പൊ ശ്വാസം കിട്ടുന്നില്ല ഇവിടെ. ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ കാലിന്റെ ഇവിടെ ഒരു ചെറിയ തരിപ്പ്, ഇവിടെ തരിപ്പും ഇവിടെ സ്റ്റക്കും. പിന്നെ ഇങ്ങനെ ഒരു വേദന അങ്ങനെ ഇടയ്ക്ക് ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? അതൊക്കെ ഉണ്ട്. ഇവിടെ ആകെ ഒരു അസ്വസ്ഥത. ഇവിടെ ഇവിടുത്തെ ശ്വാസം മുട്ട്. കുഴപ്പമില്ല, നമുക്ക് കിടക്ക് കിടക്ക്. ഇപ്പൊ എന്നെ കൂടെ വലിച്ചു കയറ്റിയാനല്ലോ. പറയുമ്പോ വലിച്ചാൽ മതി കേട്ടാ. എന്തുവാ എന്റെ ചെറുക്കന്റെ അസുഖം? ചെറുക്കന്റെ അസുഖം എന്താണെന്ന് അത് ഞാൻ നോക്കുമല്ലേ. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ചികിത്സിക്കുവോ? സോറി ഡോക്ടർ. എവിടെ ചെന്നാലും ഇതുപോലെ കുറെ ആളുകൾ ഉണ്ടാവും.
മിണ്ടാതിരിക്കേ, ഡോക്ടർ നോക്കല്ലേ. വലിക്കൂ, വിടൂ, വലിക്കൂ, വിടൂ, വലിക്കൂ, ആ വിടൂ. ഇവിടെ സ്റ്റക്കായി നിൽക്കുക അല്ലേ? അതെ, ഇവിടെ ഇങ്ങനെ ശ്വാസം ഇവിടെ ഇങ്ങനെ കെട്ടി ആ കുഴപ്പമില്ല കേട്ടോ കേട്ടോ. എന്റെ അച്ഛന് ഇതേ അസുഖമായിരുന്നു. മരിക്കുന്നതിന്റെ തലേ ദിവസം ഡോക്ടറിന് വീട്ടിൽ വന്ന് ഇതുപോലെ ഇടിച്ച് പിന്നെ എന്റെ അച്ഛൻ ഉണർന്നിട്ടില്ല. ചെയ്യൂന്ന് പറ. മാമിനെ താത്തയുടെ ഒച്ചയും വെച്ചു. അതിരിക്കുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്? ഇല്ല കുഴപ്പമില്ല. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. വേണ്ട വേണ്ട ഡോക്ടർ, ഈ അസുഖം മാറുന്ന വരെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നോളാം. ഇവിടെ കിടത്തിയാൽ മതി, എന്നെ വേറെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട. അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, ഞങ്ങളൊന്ന് നോക്കട്ടെ. കാര്യം ഇപ്പോൾ ഞാൻ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ ഒരുപാട് രോഗികൾ വന്നിട്ടുണ്ട്, അവരുടെ രോഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പുള്ളിയുടെ രോഗം ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് പരാജയമാവും എനിക്കും ഈ ഹോസ്പിറ്റലിനും. അപ്പം അതുകൊണ്ട് എന്തായാലും ഞാൻ നോക്കട്ടെ, കുറച്ച് ടെസ്റ്റും കൂടി ചെയ്യാനുണ്ട്. ശരി സാർ. കുഴപ്പമില്ല കേട്ടോ, നോക്കാം. ഞാനോടത്ത് എൻ്റെ കഴുത്തിന് പിടിക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾ രണ്ടൊന്നും വന്ന് ചോദിക്കണമെന്നൊന്നും തോന്നില്ല. പാരമ്പര്യമായിട്ട് വീട്ടിലാർക്കും മാനസിക രോഗം ഉള്ളവരുണ്ടായിരുന്നു? അല്ല ഡോക്ടർ, ഈ മാനസികമെന്ന് ഉദ്ദേശിച്ചത് അതെ കറക്റ്റ് ഉണ്ട് ഡോക്ടർ. ഉണ്ടോ? പറഞ്ഞില്ലേ? അറിയാ, പാലായിലുള്ള എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ആങ്ങളുടെ മൂത്ത മോളുടെ മോൻ, വകയിലൊരു മോനാ. അവന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. അളിയാ സാർ, ഇത് എൻ്റെ അമ്മാവനാണ്, എൻ്റെ അമ്മയുടെ സഹോദരനാണ് ഈ കിടക്കുന്നത്. എൻ്റെ അമ്മാവൻ തന്നെ ഡോക്ടറെ. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത്, പാലയുടെ കാര്യമല്ല. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ? ആദ്യം വന്നു കയറിയല്ലേ? ഇപ്പോഴും എന്നെ നിങ്ങൾ വന്നു കയറിയാനായിട്ടേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ മാറ്ററിലേക്ക് വരുന്നുണ്ടോ? സാർ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും വരെ പ്രശ്നമൊന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇയാള് തന്നെ ഇന്ന് സംസാരിക്കുക, ചിരിക്കുക, ചിന്തിക്കുക, ഇടയ്ക്ക് പാട്ട് പാടുക, ഇങ്ങനെ എന്തെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടോ ഈ പുള്ളിയിൽ? ഇല്ല, ഉണ്ട്. വർത്താനം പറയും, നന്നായിട്ട് വർത്താനം പറയും. തന്നെത്താനൊക്കെ ഇരുന്നിട്ട് ചുമ്മാ വർത്താനം. സാധാരണ എല്ലാവരും ചിലപ്പോൾ സംസാരിക്കുമല്ലോ, അതൊക്കെ വലിയ കാര്യമാണ്. ക്ഷമാവും കുറച്ച് കൂടുതൽ സംസാരിക്കും. അതല്ലേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇയാള് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്? ഇല്ലില്ല. ഉണ്ട്, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 2 അടിച്ചിട്ടേ കിടന്നു. സാർ, അങ്ങനെ എല്ലാ ദിവസവും കഴിക്കുന്നില്ല. എല്ലാ ദിവസവും ഉണ്ട്. നമ്മൾ ആ പൈപ്പിന്റെ സൈഡിൽ കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് 2 അടിച്ചിട്ടേ കിടക്കും. അല്ലേ? സാർ, പിന്നെ ഈ പുള്ളി പെണ്ണ് കെട്ടിയിട്ടില്ല, അതിന്റെ വലിയ വിഷമമാണ്. കെട്ടാഞ്ഞിട്ടല്ല, കിട്ടാഞ്ഞിട്ടാ. പക്ഷേ പണ്ട് കുറെ ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു ആളിന്. അപ്പൊ ഇനിയിപ്പോ അതുകൊണ്ട് അങ്ങനെ പ്രശ്നം വല്ലതും ഉണ്ടാവണമെങ്കിൽ അന്ന് ഉണ്ടാവണമല്ലോ. പക്ഷെ ഇത് അതല്ല. ഇപ്പൊ വർഷം കുറെ ആയില്ലേ. ഇപ്പൊ അതല്ല ഡോക്ടർ, അതല്ല. വേറൊരു കുഴപ്പമുണ്ടോന്ന് അറിയാനേ ഞങ്ങളിവിടെ ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും കൂടിയിട്ട് വൈകുന്നേരം ഒരു കോൺഫറൻസ് കൂടുന്നുണ്ട്. പുതിയ ആശുപത്രി വല്ലതും പണിയാനുള്ള അതാണോ ഡോക്ടറെ കോൺഫറൻസ്? ആശുപത്രി പണിയാനല്ല, ഈ രോഗിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. പഠിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പറയാം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മാവിന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. അതിപ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്നൊരു കാര്യം ചെയ്യാം, നോക്കെന്നാ. ശരി, ഓക്കെ സാർ. അല്ല, അതെ, ഈ പിന്നെ അമ്മാവിന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. അല്ല, അത് സ്റ്റഡി ചെയ്തതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മാവന് ഒരു കുറവും വരരുത്. ഇല്ലല്ല, ഈ ആശുപത്രി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും കൂടിയ ചികിത്സ എല്ലാം കൊടുക്കണം. അത് കൊടുക്കും. ഈ ഐസിയിൽ വേണമെങ്കിൽ മാറ്റി കിടത്തിക്കൂടെ? അല്ല, അതിന് പറ്റിയ അസുഖമൊന്നുമില്ല. വിളിക്കില്ലേ? എന്നാലും വെറുതെ കിടത്തിക്കോ. അമ്മാവന് ഒരു കുറവും വരരുത്. വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ അതും കൊടുത്തോ ഡോക്ടറെ. അത് കുഴപ്പമില്ല. അത് പൈസ നോക്കണ്ട. ഇഷ്ടം പോലെ കാശുണ്ട്. കാശുണ്ട്, പൂത്ത കാശാ. വേറെ ഭാര്യയില്ല, മക്കളും ഇല്ല, പ്രാരാബ്ദങ്ങളും ഒന്നുമില്ല. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ആശുപത്രിയിലേക്ക് വേണമെങ്കിലേ, ആശുപത്രി എന്ന് പറയുമ്പോൾ ബിസിനസ് ആണല്ലോ. അപ്പൊ എന്ത് ചികിത്സ കൊടുത്തിട്ടായാലും നല്ല കാശ് മേടിക്കുക. മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കച്ചവടം നടക്കുന്ന ബിസിനസിന്റെ ഒരു കമ്മീഷൻ ഉണ്ടാവുമല്ലോ. അത് എത്ര പെർസെന്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് തരണ്ട, എൻ്റെ പാർട്ടി ഫണ്ടിലേക്ക് തന്നാൽ മതി. ഞാനെന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞങ്ങളുടെ പാർട്ടി വളർന്നു വരുന്നൊരു പാർട്ടിക്ക് ഫണ്ട് ബിസിനസ് അല്ലേ ഡോക്ടർ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തനിക്ക് അത്ര ഇതാണെങ്കിൽ താൻ വേറെ വല്ല ഹോസ്പിറ്റലും കൊണ്ടേ മതി. അല്ലടാ, താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഉദ്ദേശിച്ചതല്ല. അയാൾ ചെന്നേ പിന്നെ പാർട്ടി ഓഫീസിൽ. ഓ,
എൻ്റെ അളിയാ ഇയാളൊക്കെ ഒരു മനുഷ്യനാണ് മനുഷ്യൻ. നീ എന്ത് പിന്നെ അബ്ദുറഹിമാൻ ഡോക്ടറുടെ കുപ്പായിട്ട ചെന്നായിയാണ് കൃഷ്ണജീവി. നീ കാര്യം പറയാൻ അളിയാ ഞാൻ അമ്മാവൻ എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മാവനാണ് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം, പക്ഷേ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കാശ് അങ്ങനെ പിഴിയരുത്, മറ്റു ആശുപത്രിക്കാരെ പോലെ കച്ചവടമാക്കരുത്. ഒരു അയാൾ എൻ്റെ മുതിൽ ഷൗട്ട് ചെയ്യണം, നിങ്ങൾ വേറെ ആശുപത്രി കൊണ്ടുപോകും. എന്തിനിവിടെ കൊണ്ടുവന്നു? ഇവിടെ ഇതിൻ്റെ ചിട്ടവട്ടങ്ങളുണ്ട്, ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പൈസ ഞാൻ കോടികൾ ചിലവാക്കി നടത്തുന്ന ആശുപത്രിയാണ്. അമ്മാവ് എങ്ങനെ കിടക്കുമ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണ ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവനോട് ചികിത്സിച്ച കാര്യം എനിക്ക് പരിചയമുള്ള നല്ല ആശുപത്രികളുണ്ടായിരുന്നു. ഇവർ നോക്കട്ടല്ലേ ഇപ്പൊ വൈകുന്നേരം എല്ലാവരുടെ കോൺഫറൻസ് കൂട്ടി നോക്കുമല്ലോ. കോൺഫറൻസ് എനിക്ക് പ്രതീക്ഷയില്ല. ഈ അമ്മ ഞാൻ അമ്മാവനെ നീ ഇവിടെ നില്ല്, അവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കട്ടെ. പക്ഷേ അമ്മാവന് എനിക്ക് പാവം ഇപ്പം മാനസികമാണോ ലഹരിയുടേതാണോ എന്താണ് നീ അവര് പറയും നീ കൂടുതൽ ഇതാവണ്ടേ. ഇത്രയും സമയം ഒരു രോഗി വന്നിട്ട് കണ്ടുപിടിച്ചില്ല. നമ്മുടെ സംസാരിച്ച അംഗത്തിനോടും അമ്മയോടും ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ എല്ലാം കയറിയിരിക്കില്ലേ, ഇവിടെ മാറിയിരിക്കില്ലേ മകളെ താഴെ ഇറങ്ങില്ലേ. നീ കിടക്ക, അമ്മാവൻ ഇങ്ങനെ കിടക്കാൻ ചെയ്യണം, നീ കിടക്കുക, അങ്ങനെ കിടക്കുക. രോഗിക്ക് കിടക്കാനുള്ള കട്ടിലാണ്. അതെ അളിയാ, ഇങ്ങനെ കിടക്കണ കിടപ്പിന് എന്തെങ്കിലും സംഭവിക്കുമെന്നാ എൻ്റെ പേര്. നീ കരുതാ കൊണ്ടൊന്നും പറയരുത്. ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. ഇന്നലെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്ര സമയത്ത് രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എന്താ ഡോക്ടർ, എന്താ ആശുപത്രി? അല്ല ആശുപത്രിയും ഡോക്ടറൊക്കെ എനിക്കറിയാവുന്നതാണ്. അല്ല ഇവരെന്തൊക്കെ പരിശോധിക്കല്ലേ, എന്തായാലും അതിന്റെ ഒരു അഭിപ്രായം അറിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയേ പറ്റൂ. എനിക്ക് ഇന്ന് വൈകുന്നേരം എന്തോ ഒരു കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് എന്താ കണ്ണി കൊണ്ടാടാ മകളെ എന്നിട്ട് മകൾക്ക് മാറിക്ക് മക്കളെ ഇത് മാറിയേ. പുരിയത്ത് കൊണ്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. മക്കളെ അങ്ങനെ എടുത്തൂടാ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഇവിടെ ഇവരെയൊക്കെ നോക്കിയിരുന്ന എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. കൊണ്ടുപോവാ, ഇവിടുത്തെ തീരുമാനം അറിയട്ടെ, അതിന് ശേഷം പറ്റുള്ളൂ നമുക്കിപ്പോ. ഇന്ന് പറയൂ അവര്. എന്ത് പറയാനാ പറഞ്ഞേക്കുന്നത്? അവർക്ക് ഇതൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും ഡോക്ടറെ വിളിക്കുന്നു. അതിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം പറയാനായിട്ട് കാര്യം അറിയട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളായാലും തള്ളേ സമാധാനമായിട്ട് കിടക്കാം. ഇല്ല അമ്മേ, ഇവിടെ ഇരുന്ന് കരച്ചിലും ബഹളമില്ല. അമ്മ ഒന്നും സമാധാനിപ്പിക്കുക. അമ്മ ഒന്നുമില്ല, പേടിക്കണ്ട കേട്ടോ. അതെ ആ സിസ്റ്റർ അതാ ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് വെക്കാം. ആ കുട്ടി പരിശോധിച്ചോട്ടെ. അങ്ങോട്ട് പോ. നമ്മളെന്തായാലും പുറത്തു പോവാം. പരിശോധിക്കട്ടെ. എന്താ സിസ്റ്ററെ, ബ്ലഡ് എടുക്കാനോ? ഒരു രോഗി ഇന്നലെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും സമയമായിട്ട് ബ്ലഡ് എടുത്തിട്ടില്ല? ഇത് 12ാമത്തെ പ്രാവശ്യം ബ്ലഡ് എടുക്കണം. അല്ല ഡോക്ടർ, നമ്മൾ കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഡോക്ടർ ഒരു തീരുമാനം പറഞ്ഞെങ്കിൽ നമുക്ക് സമാധാനമായേനെ. നിങ്ങളുടെ അമ്മാവൻ്റെ അസുഖം ഞാൻ കണ്ടുപിടിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ? നിരവധി ടെസ്റ്റുകൾ, സ്കാനിങ്ങുകൾ, അതുപോലെ ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, ഇതിലൂടെയൊന്നും ചെയ്തിട്ട് കണ്ടുപിടിക്കാത്ത അസുഖമാണ് ഞാൻ കണ്ടുപിടിച്ചത്. എന്താണ്? ഒരു ഡോക്ടറും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ചെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ആ അസുഖത്തിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അമ്മാവൻ്റെ കുഴപ്പം ഏതായാലും നിങ്ങളുടെ അമ്മാവൻ ഭാഗ്യം ചെയ്ത ആളാണ്. നിങ്ങളുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചു. എന്റെ രോഗം എന്താ? ആരും വിഷമിക്കണ്ട, അസുഖം കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. കണ്ടുപിടിച്ചില്ലെങ്കിൽ അടുത്ത് ബുദ്ധിമുട്ട്. അതാ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി പോയാണ്. ഇതിപ്പോ വിഷമിക്കാവുന്നില്ല. ഈ ഹൃദയത്തിനാണ് കുഴപ്പം. അപ്പൊ ഈ സർജറി ചെയ്തിട്ട് ഈ ഹൃദയം മാറ്റിയിട്ട് വേറൊരു ഹൃദയം വെക്കണം. അത് ഓപ്പൺ. അമ്മ വിഷമിക്കരുത് പറഞ്ഞില്ലേ അമ്മ. അതെ, നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങൾ ഇങ്ങനെ ഇതല്ലേ സംഭവം. അല്ല, നിങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ രോഗീനെ കൂടെ പേടിപ്പിക്കൂല്ലോ ഇത്. പേടിക്കുന്ന ആളെ ഓടിച്ചിട്ട് പേടിപ്പിക്കാം. അതെ, ഇപ്പൊ കണ്ടെത്തിയത് വലിയ ഭാഗ്യം. നല്ല സമയത്ത് ഇവിടെ കൊണ്ടെത്തിച്ചു. അതെ,
കിടക്കാം കിടന്നോ സാർ അത് നമുക്ക് ഈ സർജറി ചെയ്യണതിന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 100%. പക്ഷെ ചെയ്യാൻ പറ്റുമല്ലോ സാർ. ചെയ്താൽ ഇതിന് ചെയ്താൽ 50-50 പകുതി ശതമാനം ഉറപ്പുണ്ട്. ജയിക്കുവോ? ജയിച്ചാ ജയിക്കും, നോക്കും. അമ്മ ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ അമ്മാവനെ വയസ്സുകാലത്ത് കയറി മുറിക്കണേ? എന്ന് പറഞ്ഞാൽ നീ അമ്മാവനെ മരണത്തിലേക്ക് വിടണമെന്നാണോ വീട്ടിൽ പറയണത്? വേണ്ട ചേട്ടാ, ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇപ്പൊ നമുക്ക് അതുകൊണ്ടല്ല ചെയ്യാം നമുക്ക് അല്ലേ സാർ. ചെയ്തില്ലെങ്കിൽ 50-50 ആണ്. ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മാവനെ കുറച്ച് നാൾ കൂടെ കാണാം, ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. ചെയ്യുന്നല്ലേ നല്ലത്. ഈ ധൈര്യം സംഭരിച്ചു, മനസ്സ് ശാന്തമാക്കും. ഞങ്ങളെല്ലാവരും ഉണ്ട് അമ്മാവ കൂടെ. അതെ, ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങളൊരു കാര്യം ചെയ്യും, രോഗിയുടെ സംഭവം നോക്കണ്ട, നിങ്ങളെല്ലാവരും കൂടി ഒപ്പം കിടും. മതി. ഇത് നമ്മുടെ സമ്മതപത്രം. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്യണം, ഏറ്റവും അത്ര നല്ലതാ. ഇതല്ലേ നിങ്ങളെല്ലാം ഓപ്പറേഷൻ ചെയ്യണേ, ഞാനും ഓപ്പറേഷൻ ചെയ്യണേ. കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ ഉടനെ ചെയ്യണം. നിങ്ങൾക്ക് എന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? സൈൻ ചെയ്യട്ടെ അമ്മേ. അതായത് ഈ സഹോദരനെ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് സമ്മതമാണ് ഒപ്പിടണം. ആ കണ്ണുനീരൊക്കെ തുടക്കാൻ ഉപ്പൊക്കെ മാറി. ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് സമ്മതമാണ്. ഇതിപ്പോ ആരോ ഒപ്പിട്ടത്? അമ്മ. ആ, സഹോദരനാണ് ഞാൻ, അനന്തരവൻ. ഡോക്ടർ, എന്റെ ഒരേ ഒരു കുടലാണത്. ഇതോ? അല്ല, അത് ഡോക്ടർ അമ്മ ഉദ്ദേശിച്ചത് കൂടപ്പറപ്പാണ്. ഇവിടെ എങ്ങനെ പറഞ്ഞു? കുടലെന്ന് പറഞ്ഞു ഒപ്പിട്ടാ സാർ. സമ്മതപത്രം സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സംഭവങ്ങളൊക്കെ എഴുതി ഇതിനകത്ത് അമ്മ ഒരു സൈൻ ചെയ്യണം. എന്തിന്? അതായത് ഈ ഓപ്പറേഷൻ ഒരുപാട് ചിലവുണ്ടാവുമല്ലോ. ഹൃദയം വേറെ ആളുടെ ഹൃദയം എടുക്കും നമ്മൾ, അപ്പൊ അതിനുള്ള പേയ്മെന്റ് കൊടുക്കണം. ഈ ഹൃദയം മാറ്റി വെച്ചിട്ട് വേറൊരു ഹൃദയം ഫിക്സ് ചെയ്യണം. അപ്പൊ അതിനുള്ള ചെലവുണ്ട്, ഒരുപാട് ലക്ഷങ്ങളാണ്. 50 ലക്ഷം രൂപയ്ക്ക് അകത്താവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മാവന്റെ സ്വത്തുക്കൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ അമ്മാവന് ഞാൻ അത് ചെയ്യുന്നുണ്ട്, ക്രയവിക്രയം ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്ന സമ്മതപത്രം, അതായത് നമ്മൾ ഈ പവർ ഓഫ് അറ്റോർണി എന്ന് പറയില്ലേ, അതൊന്ന് സൈൻ ചെയ്ത് മേടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒപ്പിട്ട് കൊടുക്കാം. എല്ലാം ശരിയാവും. നമ്മുടെ തറവാട് കൂടി വെച്ചാലും കുഴപ്പമില്ല, പൈസ അല്ലല്ലോ പ്രശ്നം. നമ്മുടെ തറവാട് പോവും, അല്ലെങ്കിൽ മാമന്റെ സ്വത്തുക്കൾ മുഴുവൻ പോവും. ഈ വെള്ളക്കടലാസ് ഒന്ന് സൈൻ ചെയ്യാം. വെറുതെ കാശ് കൊടുക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു. അസുഖമില്ലാത്ത ആൾക്ക് പിന്നെ വെറുതെ ആർക്കും മാറ്റിവെക്കാന്ന് പറയാം. ആര് പറഞ്ഞു എന്റെ കനകടാ? നിക്ക് ഹാർട്ടിന് അസുഖമുള്ളവരുടെ ഇവിടെ ശ്വാസം മുട്ടുണ്ടാവും, നെഞ്ഞു എനിക്കൊക്കെ ചെയ്യും, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു മുമ്പ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ? അപ്പൊ ഉണ്ടായിരുന്നു, അത് മാറി പെട്ടെന്ന് മാറിയോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല ചേച്ചി, നോക്കാം, ഒരു കുഴപ്പമില്ല. എടി എനിക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. ആര് പറഞ്ഞു? ഞങ്ങൾ കണ്ടു. എന്ത് കണ്ടു? ഡോക്ടർ കാണിച്ചു തന്നു. നിങ്ങളുടെ എല്ലാ റിസൾട്ടും മരുമക്കളെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്കാനിങ് റിപ്പോർട്ട്, ബ്ലഡ് റിസൾട്ട്. എന്റെ റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം. ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന രോഗിയുടെ വിഭ്രാന്തിയാണ്. എന്തായാലും നമ്മളത് ചെയ്യും. എന്താ പറഞ്ഞാലും മനസ്സിലാവുന്നില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ ഒരു കാര്യം ഞാൻ ഒരു കാര്യം വേണ്ട. അമ്മാവന് ബോധ്യമായ പോലെ, അമ്മാവന് അസുഖം ഉണ്ടെന്ന് ബോധ്യമായ പോലെ, കുഴപ്പമുണ്ടെന്ന് ബോധ്യമായ പോലെ എല്ലാ റിസൾട്ടും ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കും. എനിക്ക് കാണണം, എനിക്ക് കാണാണ്ട് ഞാൻ സമ്മതിക്കും. ഞങ്ങൾ കണ്ടു. നിങ്ങൾ കണ്ടിട്ടില്ല, എനിക്ക് കാണണം. അമ്മാവനെ കാണിക്കാം നമുക്ക് അല്ലേ? എനിക്കും കൂടെ ഒന്ന് കാണാൻ പറ്റുമോ? എല്ലാവരും കണ്ടിരിക്കണം, നല്ലതാ. അത് കണ്ടിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഒരസുഖമില്ല. ദേഹം ഇളക്കല്ലേ അമ്മാവ? എനിക്കൊരു കുഴപ്പമില്ലെന്ന്. വേണ്ടെന്ന് ഞാൻ നടന്നു വിളിച്ചരാ. സാറ് വാ. പിടിച്ചോ. ഇദ്ദേഹത്തിന്റെ അസുഖം എന്ന് പറയുന്നത് ഈ പ്രായത്തില് 1000-ൽ ഒരാൾക്ക് വരേണ്ട അസുഖമാണ് പുള്ളിക്ക് വന്നിരിക്കുന്നത്. കാണാം.
അല്ല ഈ വലിയ വിളയെന്ന് വരുന്ന ഒരു സുഷമ പറഞ്ഞൊരു സിസ്റ്റർ ഇല്ലേ, ആ സിസ്റ്ററോട് വരാൻ പറയും. ആ സിസ്റ്റർ ചെയ്താൽ മതി. ആ. ഹായ്. സുഷമ എന്നല്ലേ പേര്? അതെ, എന്നതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെയോ കണ്ട് പരിചയമുണ്ട്. ഞാൻ പെണ്ണന്വേഷിച്ചു വന്നിട്ട് അവിടെ. ആണോ? നടക്കാതെ പോയി. ആ, സുഖല്ലേ? ആ സുഖം. കണ്ടോ ഹസ്ബൻഡിന് എന്ത് പറ്റിയതാന്ന് പറഞ്ഞത്? അത് ഒരു അപകടം മരിച്ചു. മരിച്ചിട്ട് ഇപ്പം എത്ര കൊല്ലായി? 2 കൊല്ലമായി. വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല? ഇല്ല. ഇരിക്കേ. ആ. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിധി ഉണ്ട്, അതുപോലെ നടക്കൂ. ആർക്കാരാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കഴിച്ചു. വീട്ടിൽ നിന്ന് കൊണ്ടുവരാ? ഇല്ല. ക്യാൻറ്റീൻ? ആ ക്യാൻറ്റീൻ. ഇപ്പൊ മാറിയോ? ഇതാണ് അമ്മയുടെ ഈ കുടലിന്റെ സൂക്കേട്. ഇതിനൊരു പ്രതിവിധിയുള്ളൂ. ഈ നേഴ്സിനെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റണോ അതോ ഇയാൾ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുമോ? ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി പൊയ്ക്കോളാം. Alien versus Alien.